ഹലോ വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ കുറച്ച്, അതായത് KVS NVS എൻ്റെ റിസൾട്ടാണ് ഇന്നലെ കുറച്ച് പോസ്റ്റ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ TGT PGT പിന്നെ ഒന്ന് രണ്ട് നോൺ ടീച്ചിങ്ങിൻ്റെയും റിസൾട്ടുകളുടെ അപ്ഡേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇന്ന് KVS NVS EMRSൻ്റെയൊക്കെ TGT PGT മിക്ക സബ്ജക്റ്റുകളുടെയും റിസൾട്ടുകൾ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും അത് നമ്മുടെ സൈറ്റിൽ കയറി ചെക്ക് ചെയ്ത് നോക്കുക. kvssangadan.nic.in എന്ന് പറയുന്ന സൈറ്റിൽ കയറിയിട്ട് ആ റിസൾട്ട് ഇതുപോലെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, ഇന്നലത്തെ പോലെ തന്നെ താഴേക്ക് വരുമ്പോഴത്തെ അപ്ഡേറ്റിങ്ങിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്രസ് റിലീസ് റിഗാർഡിംഗ് ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട്സ് ഓഫ് ടയർ 2 എക്സാമിനേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ ബയോടെക് അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അഗെയിൻസ്റ്റ് അഡ്വർടൈസ് നമ്പർ 1/2025. ബയോടെക് മാത്രമല്ല, അതെന്തൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. അതിനുമുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഒരുപാട് അതർ വേക്കൻസീസ് ധാരാളമായിട്ട് വന്നിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളത് ഗവൺമെൻറ് റെസിഡൻഷ്യൽ സ്കൂൾ ടീച്ചേഴ്സിൻ്റെ വേക്കൻസീസ് വന്നിട്ടുണ്ട്. അതിൽ റിട്ടേൺ ടെസ്റ്റ് ഇല്ലാത്ത എക്സാമാണ്. 21 വയസ്സ് മുതൽ 50 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ വീഡിയോ ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് പ്രൊഫസറിന് വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നവർ, അവർക്ക് വേണ്ടിയിട്ടുള്ള വേക്കൻസികൾ അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഗവൺമെൻറ് സെക്ടറിൽ. അതിൽ പ്രധാനമായിട്ടും പറയാനുള്ളത് മിക്കവാറും എല്ലാ സബ്ജക്റ്റുകളിലേക്കുള്ള അസിസ്റ്റന്റ് പ്രൊഫസറിനെ വിളിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം, നെറ്റ്, സെറ്റ്, PhD ഇതൊന്നും ഇല്ലാത്തവർക്ക്, സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹയർ സെക്കൻഡറിക്ക് വേണ്ടിയിട്ടുള്ള സെറ്റല്ല, അല്ലാതെയുള്ള സെറ്റ്, സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്ന നെറ്റിന് തുല്യമായിട്ടുള്ള പല സ്റ്റേറ്റിൽ നിന്ന് ടെസ്റ്റ് ഉണ്ട്. ഇതൊന്നും പാസ് ആകണ്ട. നെറ്റോ സെറ്റോ PhD ഇല്ലാത്തവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അസിസ്റ്റന്റ് പ്രൊഫസർ. അങ്ങനെയുള്ള പോസ്റ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സൈനിക സ്കൂളിൽ റെഗുലർ പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. ഇത് കോൺട്രാക്ട് ബേസാണ് ഏറ്റവും കൂടുതൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്, നമ്മുടെ കേരളത്തിനോട് അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളിൽ, തമിഴ്നാട്ടിൽ തന്നെ കേരളത്തിനോട് അടുത്തുള്ള സംസ്ഥാനങ്ങളിൽ തമിഴ്നാട്, അതുപോലെ തന്നെ കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിൽ ധാരാളം സൈനിക സ്കൂൾ പെർമനൻറ്റ് പോസ്റ്റ് വേക്കൻസി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോകൾ ഉടൻ തന്നെ അപ്ഡേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. പ്രധാനമായിട്ടും അതൊന്നെടുത്ത് പറയേണ്ടത്, തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഇതിന് ശേഷമുള്ള ഇതിൻ്റെ ഇൻ്റർവ്യൂ സെഷൻസ്, അതുപോലെ തന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ, ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും ക്ലാസ്സുകളും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഏതൊക്കെ സബ്ജക്റ്റുകളിലേക്കാണ് TGT PGT വിളിച്ചിരിക്കുന്നത് നോക്കാം. ഓക്കെ, പ്രസ് റിലീസ് നമുക്കൊന്ന് നോക്കാം. അതായത് സെക്കൻഡ് ഫേസ് ഓഫ് ഡിക്ലറേഷൻ ഓഫ് ടയർ 2 റിക്രൂട്ട്മെൻറ്റ് എക്സാമിനേഷൻ റിസൾട്ട്സ് ഫോർ KVS NVS ആൻഡ് EMRS ഇൻ കണ്ടിന്യൂഷൻ, അതായത് ഇന്നലത്തെ ഓഫ് ദ ഫേസ് ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട്സ് ഓഫ് ദ ടയർ 2. Okay, Tier 2 recruitment examination for the various teaching and non-teaching post Kendriya Vidyalaya Sangadan, KVS and Navodaya Vidyalaya Samiti NVS results for the following posts are being declared 18/8/2026. Okay, അപ്പോൾ ഇതിൽ KVS NVS ആണ് വന്നിട്ടുള്ളത്. അതായത് ഒത്തിരി കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. KVSലേക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ PGT അസാമീസ്, PGT ഉറുദു എല്ലാം PGT ആണ്. ബംഗ്ല, ഗാരോ, ബയോടെക്നോളജി, മണിപ്പൂരി, തമിഴ്, തെലുഗു, അതുപോലെ തന്നെ ട്രെയിൻഡ് TGT മറാത്തി, തെലുഗു, അസാമീസ്, മണിപ്പൂരി, ഉറുദി, ബംഗാളു, നേപ്പാളി, ഗുജറാത്തി. ഇതിൽ നമുക്ക് പ്രധാനമായിട്ട് നോക്കിയാൽ TGT മലയാളമാണ്. നമ്മളിവിടെ നിന്ന് ഏകദേശം 12ഓളം പേര് നമ്മളിവിടെ വന്ന് TGT മലയാളം എക്സാം എഴുതിയിട്ടുണ്ട്. അവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക, നിങ്ങളുടെ റിസൾട്ട് നോക്കുക. നമുക്കറിയാമായിരുന്നു മലയാളത്തിൻ്റെ കട്ട് ഓഫ് വളരെ കുറവായിരുന്നു. EMRSന് 0 വരെയായിരുന്നു കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, ടയർ 1ൻ്റെ. ഓക്കെ, അപ്പോൾ ടയർ 2ൻ്റെ മലയാളം വന്നിട്ടുണ്ട്. അത് എഴുതിയവർ എത്രയും പെട്ടെന്ന് ശ്രദ്ധിക്കുക. നോൺ ടീച്ചിങ്ങിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ, സിവിൽ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, ഇത്രയാണ് കേട്ടോ. MDS വന്നിട്ടുണ്ട്. റിസൾട്ട് ചെക്ക് ചെയ്യുക. Candidates may view their individual result shortlisting status applicable forced to logging to the application portal through the link. അതായത് അതുവഴി കയറി നോക്കാനാണ് പറയുന്നത്. The availability of Tier 2 marks. The stages of the selection process varies according to the post as provided in the recruitment notification.
selection. The results being declared as stage indicates the candidates made available on the candidates within 15 days of data publication of final results after completion of the interview process. അതായത് നമ്മുടെ process for this post in continuing മാർക്ക് ഷീറ്റ് വിൽ ബി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ മാർക്ക് ഷീറ്റ് നമുക്ക് കാണണമെന്നുള്ളത്, അത് വിത്തിൻ 15 days ഫ്രം ദ ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ ഓഫ് ദ ഫൈനൽ റിസൾട്ട്സ് ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ദ ഇൻ്റർവ്യൂ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, അതായത് ഇൻ്റർവ്യൂ ഉള്ള പോസ്റ്റുകൾ, ടെക്നിക്കൽ എക്സാംസ് ഉള്ള പോസ്റ്റുകൾ, ഇൻ്റർവ്യൂവും ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇൻ്റർവ്യൂവും ടെക്നിക്കൽ സെക്ഷൻസ് കഴിഞ്ഞതിന് ശേഷം 15 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഫൈനൽ മാർക്ക് ഷീറ്റ് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നതാണ് എന്നൊരു വ്യക്തമായിട്ട് പറയുന്നുണ്ട്. For the post where the selection process does not include an interview, tier 2 marks are being made available in the respective candidates logging along with the declaration of the result. The results of the the results of the EMRS tier 2 recruitment examination will be declared separately through the official EMRS Nest websites. അതായത് EMRSൻ്റെ വെബ്സൈറ്റിലായിരിക്കും EMRS എക്സാമിൻ്റെ റിസൾട്ട്സ് പബ്ലിഷ് ചെയ്യുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം EMRS റിസൾട്ട്സ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം. EMRSൽ കൊടുക്കുമ്പോഴത്തേക്ക്, EMRSലേക്ക് പോകുമ്പോഴത്തേക്ക് EMRS ഇവിടെ ഉണ്ട്. പുതിയ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്, അതായത് ഇംപ്ലിമെൻറ്റേഷൻ വന്നിട്ടില്ല കേട്ടോ. EMRSൻ്റെ റിസൾട്ട്സ് ഒന്നും അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ അതിലേക്ക് പോവാം. പിന്നെ റിസൾട്ട്സ് ഫോർ ദ റിമൈനിങ് പോസ്റ്റ് ആർ ആൾസോ ബീങ് ഫൈനലൈസ്ഡ് വിൽ ബി continue to be declared in phase. Candidates are advised to regularly visit the official website CBSE, KVS and NVS and their application login further. അത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഓരോ പോസ്റ്റുകളുടെയും റിസൾട്ട് വരുന്നതനുസരിച്ച് ചെക്ക് ചെയ്യുക. പാസ്സായിട്ടുള്ളവർ തീർച്ചയായിട്ടും DVക്ക് വേണ്ടിയിട്ടും ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടും തയ്യാറാവുക. KVS NVSൽ മാത്രമാണ് ഇൻ്റർവ്യൂ ഉള്ളത്. KV NV എഴുതിയിരിക്കുന്നത് മാത്രം ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. EMRSൻ്റെ റിസൾട്ട് പബ്ലിഷ് ആയിട്ടില്ല. EMRSൻ്റെ എക്സാംസ് എഴുതിയിരിക്കുന്നവർ DVക്ക് വേണ്ടി ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ എന്തൊക്കെയാണ് വേണ്ടത് കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നതിന് തയ്യാറാവുക. സ്കിൽ ടെസ്റ്റ് ഉള്ളവർ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആവുക. ഓക്കെ, അതായത് ചില നോൺ ടീച്ചിങ് പോസ്റ്റുകളിൽ സ്കിൽ ടെസ്റ്റ് ഉണ്ട്, അപ്പോൾ അതിനുവേണ്ടി തയ്യാറാകും. അപ്പോൾ നമ്മൾ ഇന്ന് വന്ന റിസൾട്ടിൽ നമുക്ക് നോക്കേണ്ടത് പ്രധാനമായിട്ടും TGT മലയാളവും PGT ബയോടെക്നോളജിയുമാണ്. TGT മലയാളം ആൻഡ് PGT ബയോടെക്നോളജി. അപ്പോൾ PGT ബയോടെക്നോളജിയും അതുപോലെ തന്നെ TGT മലയാളവും എഴുതിയവർ അവരുടെ റിസൾട്ട് എത്രയും പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്യുക, അപ്ഡേറ്റ്സ് ചെയ്യുക. നിങ്ങൾ ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. അതിനുശേഷം ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർഡ് ആവുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഓക്കെ, ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സൊക്കെ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇതിൽ പറയാനുള്ളൂ. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും താങ്ക് യു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.